UDFിൽ ചർച്ച ചെയ്യാതെ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചതിൽ മുസ്ലിം ലീഗിന് അമർഷം. മുന്നണിയുടെ തണലിൽ നിന്നാൽ വെൽഫെയർ പാർട്ടി മുസ്ലിം ലീഗിന് ഭീഷണിയാകുമെന്നാണ് നേതാക്കളുടെ ഒരു കണക്കുകൂട്ടൽ. സുന്നി മുജാഹിദ് സംഘടനകൾ ഒന്നായി പ്രതിഷേധം അറിയിച്ചതിന് പിന്നിലും മുസ്ലിം ലീഗിന്റെ ഇടപെടൽ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വർഗീയ മുന്നണിയുമായി കൂട്ടുപിടിച്ച ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ലീഗിന്റെ സ്വാധീന മേഖലയിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്ന വിള്ളലുകളെ കുറിച്ചാണ് ലീഗ് നേതൃത്വത്തിന് ആശങ്ക ഉണ്ടാക്കുന്നത്. അത് നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതാണ്. പക്ഷേ നിലമ്പൂർ പോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിന്റെ അഭിമാന പ്രശ്നമായിരുന്നു. അപ്പോൾ വർഗീയ മുന്നണിയുമായി കൂട്ടുകെട്ടിയല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തി നിൽക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള പോക്കിനെ ഏത് രീതിയിലാണ് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ ദിവസം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരായാലും സമസ്തയായാലും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള UDFിന്റെ കൂട്ടുകെട്ടിനെ എതിർത്ത് വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. വിനിഷ, UDFിൽ ഈ കോൺഗ്രസിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണത്തെക്കുറിച്ചുള്ള ആലോചന തുടങ്ങുന്നത് NRC അതുപോലെ വഖഫ് വിഷയങ്ങളൊക്കെ വന്നപ്പോൾ മുസ്ലിം ലീഗ് ഇടതുപക്ഷവുമായി അടുക്കുമോ എന്ന ഒരു ആശങ്ക പൊതുവിൽ കോൺഗ്രസിനുണ്ടായ ഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായുള്ള ഇത്തരം പരസ്യമായുള്ള ഇടപെടലുകൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത്. അത് VD സതീശൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നത്. VD സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഈ ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. കോൺഗ്രസിൽ വലിയ താല്പര്യത്തോടെ നേതൃത്വം കൊടുത്തത് അദ്ദേഹമാണ്. ഇതിൻ്റെ ഒരു കാരണം, ഏതെങ്കിലും ഘട്ടത്തിൽ മുസ്ലിം ലീഗ് UDFിൽ വിട്ടു പോകുന്ന സാഹചര്യമുണ്ടായാൽ മലബാറിലെ മുസ്ലിം സമുദായത്തിനിടയിൽ സ്വാധീനമുള്ള മറ്റൊരു രാഷ്ട്രീയ കക്ഷി ഈ മുന്നണിയിൽ ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ചകളിലേക്കൊക്കെ കടക്കുന്നത്. പിന്നീട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുന്നണി മാറുക എന്ന അധ്യായം പിന്നീട് അടഞ്ഞു പോകുന്നു. പക്ഷേ VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ഈ ചർച്ച തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്തു. നേരത്തെ പക്ഷേ തെരഞ്ഞെടുപ്പുകളിലൊക്കെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ, രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴൊക്കെ UDFിനെ ഈ വെൽഫെയർ പാർട്ടി പിന്തുണക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ച് ഒരു മുന്നണിയെപ്പോലെ സഹകരിപ്പിച്ചുകൊണ്ട് ആയിരുന്നില്ല എന്നതാണ് വ്യത്യാസം. ഇപ്പോൾ അത്തരത്തിലുള്ള സഹകരണത്തിലേക്ക് കടന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു കക്ഷി പിന്തുണക്കാമെന്ന് പറയുന്നു, അത് സ്വീകരിക്കുന്നു എന്ന തരത്തിലാണ് കോൺഗ്രസ് അത് എടുത്തത്. പക്ഷേ അത് പിന്നീട് മുന്നണിയിൽ ഇത് വിപുലമായ ഒരു ചർച്ചകൾ ഒന്നും തന്നെ നടന്നില്ല, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കളുമായി ആശയവിനിമയം ഇക്കാര്യത്തിൽ കാര്യമായി നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതുകൊണ്ട് തന്നെ ലീഗിന് അമർഷവുമുണ്ട്. മുസ്ലിം സംഘടനകൾ നമുക്കറിയാം, സുന്നികളായാലും മുജാഹിദും ഒക്കെ ഈ രണ്ട് സംഘടനകൾ ഈ രണ്ട് വിഭാഗത്തിനിടയിലുമുണ്ട്. ഈ നാല് സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയുമായി വലിയ എതിർപ്പുള്ളവരാണ്. കാന്തപുരം സുന്നികളും EK വിഭാഗവും, അതുപോലെ സുന്നികൾ മുജാഹിദുമായും മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമിയുമായും സുന്നികളുമായും ഒക്കെ വലിയ തർക്കം, ആശയപരമായ സംവാദങ്ങൾ എപ്പോഴും നടന്നു വരാറുണ്ട്. പക്ഷേ അത് ഈ കോർഡിനേഷൻ കമ്മിറ്റിയൊക്കെ വന്നതിന് ശേഷം ഇവർ പൊതുവായ കാര്യങ്ങളിൽ ഒരുമിച്ചിരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിലൊന്നും പരസ്പരം എതിർപ്പോ അല്ലെങ്കിൽ ഒന്നും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ ഒരു മുന്നണിയുടെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയപ്പോൾ, പരസ്യമായ പിന്തുണ സ്വീകരിച്ചപ്പോൾ മുസ്ലിം സംഘടനകൾ ഒന്നടങ്കം ഇതിനെ വിമർശിച്ച് രംഗത്തെത്തുകയാണ്. അതിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിൻ്റെ താല്പര്യമുണ്ട്, സമ്മർദ്ദമുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസും ഈ ഘട്ടത്തിൽ സംശയിക്കുന്നത്. വിനിഷ.